നമുക്ക് കോഴിക്കോട്ട് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നലെ അപകടമുണ്ടായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയാണ്. സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അവിടെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നതിൽ ആരോഗ്യമന്ത്രിക്ക് പ്രധാന റോളുണ്ട്. ആരോഗ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രാവിലെ അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരുടെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട യോഗം ചേരുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരെത്തി തീപിടുത്തമുണ്ടായ സ്ഥലം പരിശോധിക്കുന്നുണ്ടായിരുന്നു. വലിയൊരു പൊട്ടിത്തെറി തന്നെ അവിടെ സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ്. ബാറ്ററികളുടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ പരിപൂർണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൂടി എത്തുകയാണ്. വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നേരത്തെ സ്ഥലത്തെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞ് ആരോഗ്യമന്ത്രി നേരിട്ടെത്തുന്നുണ്ട്. അതിനുശേഷം വിശദമായ പ്രതികരണങ്ങൾ നടത്തുമെന്നാണ്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങൾ അയച്ചിരുന്നുണ്ട്. ഷഹീദ്, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ മന്ത്രി സ്വാഭാവികമായിട്ടും അടുത്ത ഉദ്യോഗസ്ഥരെ എല്ലാം കണ്ട ശേഷം സ്ഥിതിഗതികളൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഈ യോഗം കഴിഞ്ഞതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്? മന്ത്രി വന്ന സ്ഥിതിക്ക് വീണ്ടും ഒരു യോഗം ചേരാനുള്ള സാധ്യതയാണോ? ആരോഗ്യമന്ത്രി ഇപ്പോൾ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ അപകടമുണ്ടായ ഇന്നലെ പുകയുയർന്ന് രോഗികൾ മരിക്കാനിടയായ സംഭവം നടന്ന കാഷ്വാലിറ്റി ആശുപത്രിക്ക് ഉള്ളിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിക്കുകയാണ്, നേരിട്ടെത്തി പരിശോധിക്കുകയാണ്. അതിന് മുന്നോടിയായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരുമായി അവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇനി ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ചുള്ള പ്രാഥമികമായ വിശദീകരണമാണ് മന്ത്രിയിൽ നിന്ന് ലഭിക്കേണ്ടതുള്ളത്. ഏറ്റവും പ്രധാനമായും 2 വർഷം മുൻപ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച അത്യാധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അവിടെ എങ്ങനെ ഇങ്ങനെയൊരു അപകടം ഉണ്ടാവാനുണ്ടായ സാഹചര്യം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഉള്ള വിശദീകരണം പ്രാഥമികമായ വിശദീകരണം മാത്രമാണ് വന്നത്. ഷോർട്ട് സർക്യൂട്ടാണ്, കാരണം ബാറ്ററി തെറിച്ചതാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ ബാറ്ററി പൊട്ടിത്തെറിക്കാനുണ്ടായ സാഹചര്യം, എങ്ങനെ ഓവർലോഡ് ഉണ്ടായോ, ഇത് പരിശോധിക്കാൻ ആളുകൾ ഉണ്ടായില്ല. ഇത്രയും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 2000-ഓളം രോഗികൾ ദിവസവും ഈ പുതിയതായി ചികിത്സക്കെത്തുന്ന ഈ കാഷ്വാലിറ്റി സംവിധാനത്തിൽ ഈ ഫെസിലിറ്റി ഒരുക്കുന്നതിൽ, അത് പരിശോധിക്കുന്നതിൽ, വിലയിരുത്തുന്നതിലൊക്കെ വീഴ്ചയുണ്ടായോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇങ്ങനെ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ രോഗികളെ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? അവർക്ക് പ്രാഥമികമായ ഈ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത്. അവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്നുള്ള കാര്യം, ഇക്കാര്യങ്ങളെല്ലാം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ മാറ്റിയ രോഗികൾ അവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുള്ള ബദൽ സംവിധാനം ഒരുക്കുക എന്നുള്ളത്. ഇപ്പോൾ ബീച്ച് ആശുപത്രിയിൽ മാത്രമാണ് ഇപ്പോൾ കാഷ്വാലിറ്റി, ഇവിടെ നിന്നും ഇപ്പോൾ ഈ കാഷ്വാലിറ്റി പ്രവർത്തനം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ബീച്ച് ആശുപത്രിയാണ് കാഷ്വാലിറ്റി ആയി ആളുകൾ കൊണ്ടുപോകുന്നത്. പക്ഷേ അത് മതിയാവില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ബദൽ സംവിധാനം, താൽക്കാലികമായെങ്കിലും ബദൽ സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിലൊക്കെ തീരുമാനം എന്തെടുക്കുമെന്നുള്ള കാര്യമൊക്കെ മന്ത്രിയിൽ നിന്നും അറിയേണ്ടതുണ്ട്. വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കുപരിയായി ഈ മരിച്ച ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ, അവരെ ഈ ശ്വാസം കിട്ടാതെ ഉൾപ്പെടെ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ഏതു തരത്തിലുള്ള അന്വേഷണമാണ്, പരിശോധനയാണ്, പ്രാഥമികമായി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മന്ത്രിയിൽ നിന്നും ഇനി അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ മന്ത്രി ഇക്കാര്യം വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവേഷ്, ശരി. മുഹമ്മദ് ഷഹീദാണ് പുതിയ വിവരങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നൽകുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് അല്പസമയത്തിനകം ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കും.